അങ്ങനെ തന്നെയാണ്, സത്യം തന്നെയാണ്. അത് ഞങ്ങളെല്ലാവരും സുന്നിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ബാലുശ്ശേരി പറഞ്ഞത്. അപ്പൊ എന്താണ് ഉദ്ദേശിച്ചത്? ആ ഉദ്ദേശത്തിൽ ശരി തന്നെയാണ്. നിങ്ങൾ സുന്നി എന്നുള്ള പേരിൽ വ്യാജം മലയിറങ്ങി എന്നതുകൊണ്ട് ഉള്ളതില്ലാതാവോ? അതാണ് വസ്തുത. സുന്നി എന്ന സുന്നത്തുമായി ബന്ധമുള്ളവെന്ന, ഒരു സുന്നത്തുമായി ബന്ധമില്ലാത്ത എല്ലാ വിധത്തും ചെയ്യുന്ന ഒരാൾ ഞാൻ സുന്നാന്ന് പേരിട്ട് നടന്നതിന് ബാക്കിയുള്ളവർ എന്ത് പേച്ചു? അതാണ് വസ്തുത. ബാലുശ്ശേരി തന്നെ പറയട്ടെ, അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കല്യാണ ഭവനത്തിലേക്ക് മഹാരഥനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലിയ. അപ്പൊ അവിടെ ഒരു വിരിപ്പിട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരിപ്പിൽ. അപ്പൊ കുട്ടികൾ അവിടെ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നാളെയുടെ കാര്യമറിയുന്ന ആളാണ് ഈ പ്രവാചകൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആ കുട്ടികൾ പാടി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞങ്ങളൊക്കെ സുന്നിയാണ്. പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയം ഉള്ളത് കൊണ്ടാണ്. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയം ഉള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന പേരിടാത്തത്. അല്ലെ ഞങ്ങൾ പേരിടുക സുന്നി സെന്റർ എന്നാണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കുട്ടികൾ പാടി വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. അപ്പൊ റസൂൽ പാടിക്കോ, ഞാനൊക്കെ അതിന്റെ ആളാണ് എന്നല്ല പറഞ്ഞു കേട്ടോ. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. മേലിൽ അത് പാടരുത് എന്നാ പറഞ്ഞു. മേലിൽ അത് പാടരുത് എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതിന്റെ ഭയാനകത തിരുത്തി കൊടുക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അപ്പൊ കണ്ടോ, ഈ അർത്ഥത്തിലാണ് നബി സുന്നി എന്ന് പറഞ്ഞത്. ആ അർത്ഥത്തിലാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഒരു വിരോധം ഞങ്ങൾക്കില്ല. ഈ അർത്ഥത്തിലുള്ള സുന്നി അതങ്ങനെ തന്നെയാണ്. എല്ലാവരും അഹ്ലുസുന്നയുടെ ആദർശം സ്വീകരിക്കുന്ന മുഴുവൻ ആളുകളും അങ്ങനെ തന്നെയാണ്. ലോകത്ത് ഷിയാ സുന്നി രണ്ട് കക്ഷിയുള്ളത്. അത് ഈ സുന്നിയല്ല. ഇവിടുത്തെ സുന്നി അവിടെ ചെല്ലുമ്പോൾ ഷിയയാണ്. ഇവിടെ പേര് മാറിപ്പോയി എന്നേ ഉള്ളൂ. അപ്പൊ ഈ രൂപത്തിലാണ് ക്ലിപ്പുകള്. ഇനി ഏതൊക്കെ ക്ലിപ്പ് ഏതൊക്കെ പണ്ഡിതന്മാരുടേത് ഇവരുണ്ടാക്കുന്നുണ്ടോ അതിന്റെ ഒക്കെയും വസ്തുത ഇത് തന്നെയാണ്, മറിച്ചൊന്നുമില്ല. മുജാഹിദ് ബാലുശ്ശേരി തന്നെ അദ്ദേഹത്തിന്റെ ക്ലിപ്പുകള് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചുകൊണ്ട് കാസറ്റ് പോലും ഇറക്കിയിട്ടുണ്ട്. ആ കാസറ്റുകളിൽ അദ്ദേഹം പറഞ്ഞ ഒരു വല്ലാത്ത ഒരു വൈകാരികമായ ഒരു പരാമർശമുണ്ട്. ഇവർ ക്ലിപ്പ് രംഗത്ത് നടത്തുന്ന ഈ തട്ടിപ്പുകളെ പറ്റി അദ്ദേഹം വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം ഒരു 4-5 മിനിറ്റ് ഉണ്ട്. എന്നാലും ശരി, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും ക്ലിപ്പുമായി നടക്കുന്നുവെങ്കിൽ നടക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ബാലുശ്ശേരി വിശദീകരിക്കട്ടെ. എന്തൊരു വാചകം കേൾപ്പിക്കും. മുഹമ്മദ് നബി സുന്നിയായിരുന്നു, അതിനപ്പുറത്ത്